മഞ്ചേശ്വരം എന്ന് പറയുന്നത് വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കാരണം നമുക്ക് കഴിഞ്ഞ രണ്ട് തവണയും വളരെ ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഇവിടെ UDF വിജയിച്ചത്. കഴിഞ്ഞ തവണ 89 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഇവിടെ UDF വിജയിച്ചത്. അതിന് തൊട്ട് മുൻപുള്ള തിരഞ്ഞെടുപ്പിൽ 745 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ഇങ്ങനെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഇവിടെ UDFന് വിജയിക്കാൻ കഴിഞ്ഞത്. ഈ രണ്ട് തവണയും ഇവിടെ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് ഉണ്ടായിരുന്നത് കെ സുരേന്ദ്രനായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ്. പ്രത്യേകിച്ച് ഇടതു മുന്നണി ചിത്രത്തിലെ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിലെ ചിത്രത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ കെ സുരേന്ദ്രൻ നയിക്കുന്ന മെഗാ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ബൈക്കൊട്ട മുതൽ പൈവളിക വരെ ആണ് ഈ റോഡ് ഷോ നടക്കുന്നത്. നിരവധി അണികളാണ് ഈ റോഡ് ഷോയുടെ ഭാഗമായി ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളത്. വലിയൊരു ആവേശം തന്നെ നമുക്ക് ഈ റോഡ് ഷോയിലടക്കം നമുക്ക് കാണാൻ കഴിയും. അതായത് പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. കൃത്യമായി തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും അത്തരത്തിലുള്ള ഒരു ആവേശം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓരോ ഇടങ്ങളിലും ഓരോ പഞ്ചായത്തുകളിലും ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം ഇതിൻ്റെ ഭാഗമായി തന്നെ നടക്കുന്നുണ്ട്. കാരണം കൃത്യമായി തന്നെ ഇത്തവണ വിജയിക്കും എന്നുള്ള ഒരു സാധ്യത, അത്തരത്തിലുള്ള ഒരു ഉറപ്പ് തന്നെ ഉണ്ട്. കാരണം ആ രീതിയിലുള്ള താഴെ തട്ടിലുള്ള പ്രവർത്തനമൊക്കെ തന്നെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ആ ഒരു ആവേശമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ റോഡ് ഷോയിലടക്കം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നാളെയാണ് കെ സുരേന്ദ്രൻ നോമിനേഷൻ നൽകുക. നാളെ ഉപ്പള ഓഫീസിലെത്തി നോമിനേഷൻ നൽകും. അതിനുശേഷം കൂടുതൽ പ്രചാരണം ശക്തമായി തന്നെ ഉണ്ടാകും. മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറയുമ്പോൾ അത് കാസർഗോഡ് ജില്ലയുടെ ഒരു അതിർത്തി മേഖല കൂടിയാണ്. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഒരു സപ്ത ഭാഷ സംഗമ ഭൂമി കൂടിയാണ് മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയെ അങ്ങനെ പറയുമെങ്കിലും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഉള്ള ഒരു ഇടം കൂടിയാണ് മഞ്ചേശ്വരം. കാരണം നമുക്ക് ഇവിടെ എവിടെ ചെന്ന് കഴിഞ്ഞാലും അത്തരത്തിൽ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന നിരവധി ആളുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. തന്നെയാണ് ഈ സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ് മഞ്ചേശ്വരം. മംഗലാപുരം കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശം. അവിടെ കെ സുരേന്ദ്രൻ എന്ന അതിശക്തനായ സ്ഥാനാർത്ഥി, നമുക്കറിയാം മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും അദ്ദേഹം ജനഹൃദയങ്ങളിൽ സ്വീകാര്യനായിരുന്നു. അത്രമേൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവിടെയുള്ള ഓരോരുത്തരും. പക്ഷേ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ബോധപൂർവം അവസാന നിമിഷം കൈകോർക്കുന്ന UDFൻ്റെയും LDFൻ്റെയും രാഷ്ട്രീയ പാപ്പരത്തം കേരളം പലവട്ടം കണ്ടതാണ്. പ്രത്യേകിച്ച് ലീഗ് നേതൃത്വത്തിന് വഴങ്ങിക്കൊണ്ട് ഇടതും വലതും വോട്ട് മാറിക്കുത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതൊക്കെയും ഇക്കുറി മാറ്റിയിടും. ഒരു കുതന്ത്രങ്ങളും അവിടെ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ശക്തമായ സന്ദേശം തന്നെയാണ് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഒരിക്കൽ കൂടി BJP NDA നൽകുന്നത്. വലിയ സ്വീകാര്യത തന്നെയാണോ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും വലിയ സ്വീകാര്യത തന്നെയാണ്. കഴിഞ്ഞ രണ്ട് തവണയും അത്തരത്തിലുള്ള സ്വീകാര്യത ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം മുൻപ് ഈ മഞ്ചേശ്വരം രൂപീകരിച്ച ഈ തുടക്കം മുതൽ ഇവിടെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ആദ്യ സമയത്ത് 1957 ഈ മണ്ഡലം നിലവിൽ വന്ന ശേഷം ഇവിടെ നിന്ന് കർണാടക സമിതിയുടെ നേതാക്കളായിരുന്നു ഇവിടെ MLA നിയമസഭാ സാമാജികരായിരുന്നത്. അതിനുശേഷം ഏകദേശം 70 മുതൽ ഇടതുപക്ഷത്തിൻ്റെ CPI ആയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് 87 വരെ അവർക്ക് അത്തരത്തിലുള്ളൊരു കുത്തക തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ആണ് 87 ശേഷമാണ് മുസ്ലിം ലീഗ് മത്സര രംഗത്ത് വരുന്നതും അല്ലെങ്കിൽ അവർക്ക് അപ്രമാദിത്വം ഉണ്ടാകുന്നതും UDFന് അപ്രമാദിത്വം ഈ മണ്ഡലത്തിൽ ഉണ്ടാകുന്നത്. കൃത്യമായി തന്നെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷേ കൃത്യമായി ഇത്തരത്തിൽ BJPക്ക് ഇവിടെ സ്വാധീനം വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ സാഹചര്യത്തിൽ അവർ അത്തരത്തിലുള്ള ഒരു ക്രോസ് വോട്ട് നടത്തുന്നു അല്ലെങ്കിൽ വോട്ട് മറിക്കുന്ന ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം വളരെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കഴിഞ്ഞ കുറച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2006 കുഞ്ഞമ്പ് വീണ്ടും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അത് അവർക്ക്
നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം 2011 വീണ്ടും മുസ്ലിം ലീഗ് വീണ്ടും അധികാരത്തിലെത്തുന്നു, അല്ലെങ്കിൽ MLA ആയി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നു. ഇവിടെ NDA കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അപ്പോൾ LDF സ്വാഭാവികമായും പുറകിലേക്ക് പോകുന്നു. അതിന് കാരണം ഇവിടെ NDA സ്വാധീനം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം NDA സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കും എന്നുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അവർ വോട്ട് മറിച്ച് UDFന് വോട്ട് മറിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്. കൃത്യമായി തന്നെ നമുക്കത് മനസ്സിലാക്കാനും കഴിയും. കാരണം അത്തരത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ അവർ ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ ഇത്തരത്തിൽ NDA ശക്തി പ്രാപിക്കുമ്പോൾ അവരുടെ ക്രോസ് വോട്ടിംഗ് നടക്കുന്നു, അല്ലെങ്കിൽ അവർ വോട്ട് മറിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുതന്നെയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയ വെറും 89 വോട്ടിനൊക്കെ മാത്രമാണ് ഇത്തരത്തിൽ ഇവിടെ പരാജയപ്പെട്ടിരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. 745 വോട്ടിന് അതിന് തൊട്ട് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അങ്ങനെ വളരെ ചെറിയ ഒരു വോട്ടിൽ ശതമാനത്തിൽ മാത്രമാണ് ഇവിടെ NDA പരാജയപ്പെടുന്നത്, 2ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. അതിൽ കൃത്യമായി തന്നെ LDF അവരുടെ വോട്ട് കൃത്യമായി പിടിക്കുകയാണെങ്കിൽ, അവരുടെ വോട്ട് പട്ടികയിലാക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ NDAക്ക് ഇവിടെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിജയം ഉറപ്പാണ്. പക്ഷേ അവർ അത്തരത്തിൽ കൃത്യമായി തന്നെ ഈ NDA വരും എന്നുള്ള ഭയം കൊണ്ട്, അല്ലെങ്കിൽ NDA ഇവിടെ വിജയിക്കാതിരിക്കുന്നതിന് വേണ്ടി അവർ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായ മാർഗത്തിലൂടെ അവർ അവരുടെ വോട്ട് വീതം വയ്ക്കുന്നു, അവരുടെ വോട്ട് UDFന് മറിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യം. ഇത്തവണ എന്തായാലും അടിത്തട്ടിലടക്കം കൃത്യമായ പ്രചരണവും കൃത്യമായ വർക്കുമെല്ലാം തന്നെ NDAയുടെ ഭാഗത്തുനിന്നും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഇത്തവണ ഈ ഒരു മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം മഞ്ചേശ്വരം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണെങ്കിൽ പോലും കൃത്യമായ അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ വന്ന ന്യൂനപക്ഷ മേഖലയിലടക്കം പദ്ധതികൾ വന്ന ഒരു ഇടം കൂടിയാണ്, ഒരു പ്രദേശം കൂടിയാണ് ഈ മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കൃത്യമായ ഒരു വിജയപ്രതീക്ഷ ഇവിടെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയൊക്കെ ഉള്ളത്. ഈ ഒരു പ്രചാരണം അതിൻ്റെ കൃത്യമായി തന്നെ അതിൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ ആവേശം തന്നെ പ്രവർത്തകർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്രത്തോളം ഒരു പ്രതീക്ഷ, വലിയൊരു ആവശ്യം തന്നെയാണ് ഇത് തീർച്ചയായിട്ടും കാണാൻ. ഇത് പൈവളിക ഗ്രാമപഞ്ചായത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. വളരെ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുകയാണ് ഇവിടെയെല്ലാം. ഈ ഒരു റോഡ് ഒഴിച്ചാൽ പിന്നെ പഞ്ചായത്തിൽ ഒരിടത്തും നല്ല റോഡുകളില്ല. എല്ലായിടത്തും കുടിവെള്ളത്തിൻ്റെതായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആശുപത്രികളിലൊന്നും തന്നെ ആവശ്യത്തിന് ജീവനക്കാരില്ല, ഡോക്ടർമാരില്ല, അതുപോലെ ഒറ്റ കോളേജും ഇവിടെ ഇല്ല. അങ്ങനത്തെ ഒരുപാട് വികസന പ്രതിസന്ധി നേരിടുന്ന ഒരു കേരളത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു മണ്ഡലത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. 70 വർഷമായിട്ട് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ വെറും വർഗീയത ഉപയോഗിച്ചാണ് ഇരു മുന്നണികളും അവസാന നിമിഷം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി അവർ ജയിക്കുന്നത്. അതിനുള്ള തിരിച്ചടി ജനങ്ങളുടെ ഈ ആരവത്തിൽ നിന്ന്, ഈ പ്രതിഷേധത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, ജാതിമത ചിന്തകൾക്കപ്പുറത്തേക്ക് വികസനത്തിന് വേണ്ടി ദാഹിക്കുന്നു. അവരാഗ്രഹിക്കുന്ന ഒരു വികസനം അത് NDAയിലൂടെ മാത്രമേ സാധിക്കൂ, മോദിയിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ള ശക്തമായ ജനവികാരം മണ്ഡലത്തിലുടനീളമുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കാരണവും. അല്പമെങ്കിലും വികസനം നടന്നിട്ടുള്ളത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കാരണമാണ്. തീർച്ചയായിട്ടും ദേശീയപാതയുടെയും മറ്റും വികസനം, അതുപോലെ കർഷകർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ, അതൊക്കെ നൽകിയിട്ടുള്ളത് DBT സ്കീമുകളെല്ലാം, അതിലൂടെയെല്ലാം കുറേ പേർക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അടക്ക കർഷകർക്ക് നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ട്. മറ്റ് കർഷകർക്ക് പലതരത്തിലുള്ള കിസാൻ സമ്മാൻ നിധി ആയാലും വിള ഇൻഷുറൻസ് പദ്ധതി ആയാലും അതെല്ലാം വളരെ നല്ല ആശ്വാസം കൃഷിക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രയോജനം ജനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മോദി സർക്കാർ വഴി മാത്രമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല. ഇടത് വലത് മുന്നണികൾ മാറിയിട്ടായിരുന്നു ഇവിടെ നിയമസഭാ സാമാജികരായിരുന്നത്. ഈ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം വളരെ മോശമായി, അവരുടെ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞു. കൃത്യമായി ക്രോസ് വോട്ടിംഗ് നടക്കുന്നു. അല്ല, അവരവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് UDFന് ലീഗിന് വോട്ട് മറിക്കുകയാണ് എല്ലാ കാലത്തും ചെയ്യുന്നത്. അതിനെതിരായിട്ട് അവർക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ അതിന് വളരെ എതിരാണ്. BJPയെ തോൽപ്പിക്കുന്നതിന് എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യം ഇപ്പോൾ അവരുടെ അണികൾ തന്നെ ചോദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ അടുത്ത ഘട്ട പ്രചാരണത്തിൽ
അടുത്ത ഘട്ടം നാളെ നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷം മറ്റുള്ള പ്രചാരണങ്ങളിലേക്ക് കടക്കും. മറ്റ് ഗ്രാമങ്ങൾ തോറും ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൂടുതലായിട്ടും ജനസമ്പർക്കത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായ വികസനത്തിൽ ഊന്നിയുള്ള പ്രചാരണം തീർച്ചയായിട്ടും വികസനമാണ്. കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾ വികസിത കേരളം എന്നുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പോകുന്നത്. സുരക്ഷിത കേരളം, വികസിത കേരളം, എല്ലാ വിശ്വാസ സംരക്ഷണം, ഈ 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞങ്ങൾ. ആ വിശ്വാസ സംരക്ഷണത്തിന് ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. സുരക്ഷിത കേരളം എന്ന് പറയുമ്പോൾ ഭീകരവാദ ശക്തികളുടെ വലിയ സ്വാധീനമുണ്ട്. അത്തരത്തിലുള്ള ഒരു മണ്ഡലമാണിത്. ഇവിടെ എല്ലാ നീചമായിട്ടുള്ള വർഗീയ ശക്തികളും അവരുടെ അജണ്ട പുറത്തെടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വികസനമില്ല. കേരള BJP NDA മുന്നോട്ട് വെച്ച 3 മുദ്രാവാക്യങ്ങളും ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു മണ്ഡലമാണിത്. വികസിത കേരളം, ഇവിടെ ഒരു തരത്തിലുള്ള വികസനമില്ല. സുരക്ഷിത കേരളം, ഇവിടെ എല്ലാ തീവ്രവാദ ശക്തികളുടെയും പ്രവർത്തന കേന്ദ്രമാണ്. വിശ്വാസ സംരക്ഷണം, അതിവിടെ ഏറ്റവും ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസത്തെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ പ്രസക്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായും അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടത് വലത് മുന്നണികൾ മാറിയിട്ടായിരുന്നു ഇവിടെ MLA-മാരായി ഉണ്ടായിരുന്നത്, നിയമസഭാ സാമാജികരായിരുന്നത്. ഇടതുപക്ഷത്തിന് ആദ്യഘട്ടത്തിൽ സ്വാധീനം ഉണ്ടായിരുന്നു, പക്ഷേ അവർ പിന്നീട് ശോഷിച്ചു പോയി. അതിന് കൃത്യമായ കാരണം ഇത്തരത്തിലുള്ള ക്രോസ് വോട്ടുകൾ തന്നെയാണ്. പക്ഷേ എന്നിട്ടും UDF-ന് കാര്യമായ ഒരു വികസന പദ്ധതികളൊന്നും തന്നെ ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പല വ്യത്യസ്ത മേഖലകളിലും ആ ഒരു വികസിതമായ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും ഒന്നും തന്നെ കാര്യമായ ഒരു വികസനവും ഒന്നും തന്നെ നടന്നിട്ടില്ല. അതുതന്നെയാണ് കെ സുരേന്ദ്രൻ സൂചിപ്പിക്കുന്നത്. NDA-യുടെ സ്ഥാനാർത്ഥി അദ്ദേഹം സൂചിപ്പിക്കുന്നതും ഇത്തരത്തിൽ കൃത്യമായി ഇതെല്ലാം തന്നെ ജനങ്ങൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അവർ പ്രതികരിക്കും, അവരുടെ വോട്ട് ചെയ്യും എന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കെ സുരേന്ദ്രൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. KP